സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഒരു മാർച്ച് 15 കടന്നു പോകുമ്പോൾ ലോക ഉപഭോക്തൃ ദിനമായിരുന്നു. ഉപഭോക്താക്കൾക്ക് സംരക്ഷണവും നിരവധി അവകാശങ്ങളും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ സംരക്ഷണങ്ങളും അവകാശവും മതിയായ രീതിയിൽ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഈ അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ മതിയായ രീതിയിൽ അറിയാത്തതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് 3 അതിഥികളുണ്ട്. ശ്രീ കാർത്തികേയൻ ഉപഭോക്തൃ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അഡ്വക്കേറ്റ് എ ഡി ബെന്നി, ഒരു മുഖവുരയുടെ ആവശ്യമില്ല, തൃശ്ശൂർ ജില്ലയിൽ ഒട്ടേറെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുൻനിരയിലുള്ള അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോർജ് തട്ടിൽ, ഇതുപോലെ തന്നെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഒട്ടേറെ സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കുകയും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുകയും ചെയ്ത അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലർക്കും തങ്ങൾക്കുള്ള അവകാശങ്ങൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും പറ്റിക്കപ്പെടുമ്പോഴും കണ്ണടച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമം ഏറെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് അതിൻ്റെ മതിയായ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് അപാകതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സംഭവം ഈ 1986 കാലഘട്ടങ്ങളിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഉപഭോക്തൃ നിയമം അംഗീകരിക്കപ്പെട്ടത്. എന്നിട്ടും വർഷങ്ങൾ പിടിച്ചു അത് ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അതിൻ്റെ കമ്മീഷൻ നിലവിൽ വരുവാനായിട്ട്. ആ നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ട് തന്നെ സുപ്രീം കോടതിയിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സംഘടന കൊടുത്തിട്ടുള്ളൊരു പരാതിയെ തുടർന്നാണ് ഇവിടെ ജില്ലാ തലത്തിൽ കൺസ്യൂമർ ഫോറങ്ങളും സംസ്ഥാന തലത്തിൽ കമ്മീഷനും ദേശീയ തലത്തിൽ കമ്മീഷനും രൂപം കൊണ്ടത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എന്നാലും വളരെ കുറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ ഉപഭോക്തൃ വശങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതിനെ മാറ്റം വന്നു. ഇപ്പോൾ 2018 ദേശീയ ഉപഭോക്തൃ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. 2019 107 അവകാശങ്ങൾ വരാവുന്ന തരത്തിൽ നിയമ ഭേദഗതികൾ വരുത്തിയിട്ടാണ് 2019 ആഗസ്റ്റ് 9 നമ്മുടെ രാഷ്ട്രപതി ആ നിയമം അംഗീകരിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതിലൊരുപാട് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായി. എന്നിരുന്നാലും ഒരൊറ്റ അപാകത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം അന്ന് അത് അംഗീകരിച്ച് പാർലമെൻറ്റ് അംഗീകരിച്ചിട്ട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിട്ടിട്ട് നോക്കിയപ്പോൾ അതിലൊരെണ്ണം നഷ്ടപ്പെട്ടു. നമ്മുടെ സേവന അവകാശം, ഹോസ്പിറ്റലിൽ അനാസ്ഥകൾ വരുന്ന അവരിൽ നിന്നുണ്ടാകുന്ന ആ അനാസ്ഥ പാർലമെൻറ്റിൽ പാസ്സാക്കി അംഗീകരിച്ചു. എങ്കിലും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിട്ടിട്ട് നോക്കിയപ്പോൾ ആ ഒരു അവകാശം നഷ്ടപ്പെട്ടു. അവിടെ അത് നഷ്ടപ്പെട്ടിട്ടിരിക്കുക. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൺസ്യൂമേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധവൽക്കരണം നടത്തുക, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രത്യേകിച്ച് പഠിക്കാനൊരവസരങ്ങൾ വേണ്ട രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ എ ഡി ബെന്നിയിലേക്ക് വരുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറേ പേർ കൂടി തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് കോടതിയെ സമീപിക്കാൻ തയ്യാറാവുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ആളുകൾ പലരും പ്രതികരണശേഷിയുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് വ്യാപകമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഉപഭോക്തൃ സാക്ഷരത വളരെ കുറവാണ്. ആളുകൾ കേസിലേക്ക് വരുന്നതല്ല പ്രധാനപ്പെട്ട പ്രസക്തമായ സംഗതി. ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുവാനുള്ളൊരു പഠനം അവർക്ക് വേണം. പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂരിലൊരു സാമ്പത്തിക അന്തരീക്ഷം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിലെ സാമ്പത്തിക അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു നിക്ഷേപ രീതിയൊക്കെ തന്നെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ്. എവിടെയൊക്കെ പണം നിക്ഷേപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അവസാനം വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഓരോ മേഖലയിലും ഉപഭോക്താവ് ആരാണ്, തങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ കേസുകളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. വ്യാപകമായിട്ട് ചൂഷണങ്ങൾ നടക്കുമ്പോൾ 1-2 പേർ മുന്നിട്ടിറങ്ങുന്നു, അവർ ചില അനുകൂല വിധികൾ സമ്പാദിക്കുന്നു, അതിൻ്റെ വാർത്ത ഘോഷിക്കപ്പെടുന്നു. പക്ഷേ അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ വലിയൊരു മാറ്റമൊന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ളൊരു ഉപഭോക്തൃ വിദ്യാഭ്യാസം ഇവിടെ അനിവാര്യമായ സംഗതിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമായി നമ്മളെ സംബന്ധിച്ച് ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ബില്ല് ലഭിക്കുമ്പോൾ ആ സ്ഥാപനം അതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ആണോ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് കൺസേൺ ആണോ, കൂട്ടേർപ്പാട് സ്ഥാപനമാണോ,
ഒരു കമ്പനിയാണോ, ഇതൊന്നും തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ആരാണ്, ഇതിൻ്റെ മാനേജിംഗ് പാർട്ണർ ആരാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ MD ആരാണ്, ഇതൊന്നും തിരിച്ചറിയാനുള്ള സംവിധാനം പോലും നമുക്കിന്നില്ല. എത്രയോ കാലങ്ങളായി നിയമം നടപ്പിലാക്കിയിട്ട്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ അനുസൃതമായിട്ട് മറ്റ് നിയമങ്ങളിൽ മാറ്റം വരുന്നില്ല. മറ്റ് പല നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ സാധൂകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരിക്കണം പലപ്പോഴും ആ നിയമങ്ങൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇങ്ങനെയൊക്കെ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അതിൻ്റെ ശക്തമായ നടപ്പിലാക്കുന്നതിന് അനുസൃതമായ രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്കൊരു വിധി ലഭിച്ചാൽ തന്നെ അത് നടപ്പിലാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ അത് വിധി പാലിക്കാത്ത ആളെ ശിക്ഷിക്കുവാനുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വളരെ പുറകിലേക്ക് പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ട്. അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ്. പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പലപ്പോഴും ഈ സ്ഥാപനം അടച്ചുപോയി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് നമുക്ക് ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ ആരാണോ അതിലെ എതിർകക്ഷി അയാളെ കണ്ടെത്തിയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കി അയാളെ ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ഈ ചെറിയ തട്ടിപ്പ് പോലും വലിയ തട്ടിപ്പായി മാറുന്നു എന്നത് തെളിയിച്ചൊരു വ്യക്തിയാണ് ജോർജ് അഡിൽ. ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിൽ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിലെ തൂക്കത്തിൽ ചെറിയ ഒരു അളവിൽ അവർ കുറവ് വരുത്തിയിരുന്നു. പക്ഷേ ആ ഒരു കുറവ് എത്രമാത്രമാണ് രാജ്യവ്യാപകമായി നടത്തുമ്പോഴുണ്ടാകുന്ന തട്ടിപ്പ് എന്നത് പിന്നീട് തൃശ്ശൂരിലെ ഉപഭോക്തൃ കോടതിയിലൂടെയാണ്, അന്ന് കേസും അഡ്വക്കേറ്റ് എ ഡി ബെന്നി തന്നെയായിരുന്നു കൈകാര്യം ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ഞാനൊരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, ഇത് ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞൊരു 50 ഗ്രാമിനേക്കാളും കുറവായിരുന്നു തൂക്കക്കുറവുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് പ്രതികരിക്കാൻ തോന്നി. കാരണം ബ്രിട്ടാനിയ പോലത്തെ ഒരു കമ്പനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഈ ഓരോ മാനുഫാക്ചറിങ് ബാച്ചിൽ ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ചെറിയൊരു ഗ്രാമാണ് കുറവ് വന്നത്. പക്ഷേ അവരുടെ മൊത്തം ഉൽപ്പാദനത്തിൽ വരുമ്പോൾ അത് വലിയൊരു ഹ്യൂജായിട്ടുള്ള ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ചൂഷണം ചെയ്യപ്പെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് കോടതിയെ സമീപിച്ചപ്പോൾ തെളിഞ്ഞത് ആ ബാച്ചിൽ മാത്രമായിരുന്നോ അതോ തുടർച്ചയായി ഇവർ ഇങ്ങനെ തന്നെയായിരുന്നോ? ഇല്ല, ആ ബാച്ചിൽ മാത്രം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലീഗൽ മെട്രോളജിയിൽ പോയിരുന്നു. പക്ഷെ അവരതിൽ ശരിയായ നിലയ്ക്ക് അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ലീഗൽ മെട്രോളജി പലപ്പോഴും അളവ് തൂക്ക ത്രാസിൽ സീൽ ചെയ്യുന്നു, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതെന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ബ്രിട്ടാനിയ പോലൊരു കമ്പനിക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു എന്താ പറയുക, അതിന് മാത്രമേക്കുള്ള അവർക്കൊരു ധൈര്യം, അല്ലെങ്കിൽ പല നിലയ്ക്ക് ബ്രിട്ടാനിയ കമ്പനിയാർ സ്വാധീനിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം എന്നിരുന്നാലും ഞാൻ പിന്നെ ഉപഭോക്തൃ കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. അഡ്വക്കേറ്റ് ബെന്നി മുഖാന്തരം ഉപഭോക്തൃ കോടതിയിൽ പോയി. അത് നല്ല നിലയ്ക്ക് കേസ് നടന്നു. അതിൽ എനിക്ക് അനുകൂലമായിട്ട് അതിൽ വിധി ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല അത് വളരെയധികം വാർത്താ പ്രാധാന്യം ഓൾ ഇന്ത്യ ലെവലിൽ ലഭിച്ചു. പല സ്ഥലത്തുനിന്നും എനിക്ക് വിളി വന്നിരുന്നു ആ ഒരു കേസിൽ. അതിപ്പോൾ അതൊരു കുറച്ച് കൂടുതൽ എമൗണ്ട്, പലിശ അടക്കം 1 ലക്ഷത്തിന് താഴെ എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് കുറച്ചും കൂടി വാർത്താ പ്രാധാന്യം. പിന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അവർ നൽകി. അവർ അപ്പീലൊന്നും പോയില്ല. കാരണം നമ്മുടെ ഭാഗത്ത് അത്രയും ന്യായം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഉപഭോക്തൃ കോടതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണുന്നൊരു പോരായ്മ, പലപ്പോഴും ജില്ലാ കമ്മീഷനിലായാലും സംസ്ഥാന കമ്മീഷനിലായാലും ഈ ഒഴിവുകൾ സമയാസമയങ്ങളിൽ നിർത്തുന്നില്ല. പലപ്പോഴും മെമ്പർമാരുടെ ഒഴിവുകളുണ്ട്, അത് സമയത്തിന് നികത്തുന്നില്ല. പ്രസിഡൻ്റ് ഒഴിവുണ്ട്, ഇതൊന്നും സമയത്ത് നികത്താത്തത് മൂലം ഒരുപാട് കാലതാമസം വരുന്നുണ്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടാവാൻ വേണ്ടി. അപ്പം അത് ഒരു മാറ്റം വരണം എന്നുള്ളത് അത് ഇവിടുത്തെ സർക്കാരുകളാണ് തീരുമാനിക്കേണ്ടത്. ഇദ്ദേഹം ലീഗൽ മെട്രോളജിയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു ബ്രിട്ടാനിയ എന്ന ഒരു കമ്പനി, അതും അല്ലെങ്കിൽ മറ്റേതോ ഒരു കമ്പനി ആയിക്കോട്ടെ, ലീഗൽ മെട്രോളജി പോലും ബ്രിട്ടാനിയക്കെതിരെയോ എന്നുള്ള രീതിയിൽ പകച്ചു നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എത്രമാത്രം ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ തയ്യാറാവുമെന്നാണ് ഉയരുന്ന ചോദ്യം. ഇതിൽ പലപ്പോഴും എനിക്ക് തോന്നിയില്ലെന്ന് അറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാത്തൊരു വിഷയമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ബില്ലുകളൊക്കെ മാഞ്ഞു പോകുന്ന ബില്ലുകളാണ്. അപ്പോൾ ഈ മാഞ്ഞു പോകുന്ന ബില്ലുകൾ ലഭിക്കുമ്പോൾ നമ്മൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും മാഞ്ഞു പോകുന്ന ബില്ലുകൾ കൊടുക്കരുത് എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ആദ്യം മാഞ്ഞു പോകുന്ന ബില്ല് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഉപഭോക്താക്കൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ വിഷയമായി മാറിയത്. ഇപ്പോൾ അവർ ധൈര്യവും പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചോളൂ എന്ന് പറയാനുള്ള ധൈര്യം
ഈവൻ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കടക്കം അങ്ങനെ പറയാനുള്ള ധൈര്യം വരേണ്ട കാര്യം തുടക്കത്തിൽ പ്രതികരിക്കാത്തതാണ്. ഈ മേഖല ആരാണ് പരിശോധിക്കേണ്ടത്? ഈ മാഞ്ഞു പോകുന്ന ബിൽ പാടില്ല എന്നുള്ള നിയമം മാഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉപഭോക്തൃ പരിശോധിക്കാവുന്നതാണ്. ഇതൊക്കെ അതാണ് പറഞ്ഞത്. പല കാര്യങ്ങളെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങൾ ആര് നിയന്ത്രിക്കണം, ആരാണ് നടപടി എടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ KSEB ഇഷ്യൂ ചെയ്യുന്ന ബില്ലുകൾ, അതുപോലെ തന്നെ ടോളിന് ആവശ്യപ്പെട്ട ബില്ലുകൾ, ബിവറേജ് കോർപ്പറേഷൻ ബില്ലുകൾ, ഇതൊക്കെ മാഞ്ഞു പോകുന്ന ബില്ലുകളാണ്, സർക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു കോടതിയിൽ പോയിട്ടാണ് അതിന് നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? തുടക്കത്തിൽ തന്നെ ആരും പരാതിപ്പെടുന്നില്ല. അപ്പോൾ അതിൽ ഒരു പ്രാക്ടീസായി മാറുകയാണ്. പിന്നെ അത് ചോദ്യം ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. അപ്പോൾ എവിടെ ചൂഷണം നടന്നു കഴിഞ്ഞാലും ആദ്യഘട്ടത്തിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അതൊരു അവകാശമായി മാറും പിന്നീട് കുറേ കഴിയുമ്പോൾ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ തട്ടിൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഈ കോടതിയിൽ ഇപ്പോൾ ആളുകളെ പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു കാര്യത്തിൽ, അതായത് പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്നവരെ പഴയ ആളുകൾക്ക് തുടരാമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്ന കാരണം കൊണ്ട് കോടതി ഒഴിഞ്ഞെടുക്കുന്നില്ല. ഇത് തൊട്ടടുത്ത കാലം വരെ ഇതൊരു വലിയ വിഷയമായിരുന്നു. ഈ തൊട്ടടുത്ത കാലം വരെ അതുവരെ നമ്മളൊരു കോടതി അവിടെ സിറ്റിംഗ് ഇല്ലാത്തൊരു സാഹചര്യം വന്നിട്ട് ഒരുപാട് കാലം ഒഴിഞ്ഞെടുക്കും. ഇപ്പോൾ പിന്നെ ഒരു മെമ്പർ ഒഴിഞ്ഞാൽ തന്നെ പുതിയ മെമ്പർ വരുന്നവരെ അല്ലെങ്കിൽ പുതിയ പ്രസിഡൻറ്റ് വരുന്നവരെ അവർക്ക് തുടരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഒഴിഞ്ഞെടുക്കില്ല. പക്ഷേ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഒരേ രീതിയിലുള്ള സ്റ്റാഫ് പാറ്റേൺ. ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. അപ്പോൾ കേരളത്തിൽ കേസുകൾ കൂടുതലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. അപ്പോൾ തൃശ്ശൂരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേസുകൾ. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു ഭൗതിക സംവിധാനങ്ങൾ അവിടെ നമുക്ക് ഏർപ്പെടുത്താൻ കോടതിക്ക് പലപ്പോഴും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ കേസുകൾ നമ്മുടെ കോടതി മുമ്പാകെ പെൻഡിങ് ആണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു കാഴ്ചപ്പാട് തന്നെ എത്രയും വേഗം കേസുകൾ നിറവേറ്റപ്പെടുക, ആളുകൾക്ക് വേഗം നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ്. 90 ദിവസമൊക്കെയാണ് അവർ പറയുന്ന ഒരു കാലഘട്ടം. 90 ദിവസത്തിൽ തീർക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പ്രാവർത്തികമാവുന്നുണ്ടോ? അത് പ്രാവർത്തികമാകുന്നില്ല, ഒരിക്കലും പ്രാവർത്തികമാകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോടതിയിലൊരു ഹർജി ഫയൽ ചെയ്തിട്ട് അതിൻ്റെ സമൻസ് അയച്ച് അവർ ഹാജരാകുന്നൊരു ഘട്ടം വരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന കാലഘട്ടം പിടിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കോടതിയുടേതായ രീതിയിലുള്ള നടപടിക്രമങ്ങളിൽ ഒരുപാട് രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഉപഭോക്തൃ സംഘടനകളുടെ ഇടപെടലുകൾ കുറച്ച് അനിവാര്യമാണ് ഈ വിഷയത്തിൽ. സംഘടനകൾ ശക്തമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു അഭിഭാഷകർ എന്തെങ്കിലും ഇടപെടുന്നതിൽ കൂടുതൽ ഇടപെടാൻ സംഘടനകൾ കഴിയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കാര്യങ്ങൾ തുറന്നു പറയാനും ഈ വിഷയങ്ങളെ ഗവൺമെൻറ് മുമ്പിൽ എത്തിക്കാനും കഴിയുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ സംഘടനകളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സാമാന്യ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. ഈ ഉപഭോക്തൃ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് മതിയായ അറിവ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉപഭോക്താക്കൾക്ക് പൊതുവെ അത് വലിയ രീതിയിൽ തന്നെ അറിവ് കുറവ് തന്നെയാണ്. ഇപ്പോൾ സാധാരണ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് സാധാരണ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ചാർജ് കൊടുത്ത് അതങ്ങോട്ട് മേടിക്കുക. അതിൽ തൂക്കം എത്രയാണോ അതിൽ എത്ര കുറവുണ്ട്, അതിന് ബദലായിട്ട് അതിനെതിരായിട്ട് ഇത്രയും വലിയ കമ്പനിക്കെതിരെ പോവുക എന്നുള്ള ചിന്താഗതിയൊന്നും ഉപഭോക്താക്കൾക്ക് സാധാരണ ഇല്ല. അത് അത്രയും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ലീഗൽ മെട്രോളജി 3 മാസം കൂടുമ്പോൾ ഗ്യാസ് ഓപ്പൺ ഫോറം നടത്താറുള്ളതാണ്. ഈ നമ്മുടെ വീട്ടുകളിലേക്ക് വരുന്ന ഗ്യാസിൻ്റെ ആ കുറ്റിയിൽ എത്രമാത്രം കുറവുകളുണ്ട് എന്നുള്ളത് പലപ്പോഴും ആ യോഗത്തിൽ ആ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോഴും അത് വേണ്ട രീതിയിൽ ലീഗൽ മെട്രോളജി പരിശോധിക്കാറില്ല. അതിൻ്റെ നിയമവശം എങ്ങനെയാണ്? വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇതിൽ എത്രയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൊണ്ടുവരുന്ന അവരുടെ കയ്യിൽ ത്രാസ് വേണം. ആ ത്രാസ് ഉണ്ടായിരിക്കണം. ആ കൊണ്ടുവരുന്ന വണ്ടിയിൽ ത്രാസ് ഉണ്ടായിരിക്കണം. നമ്മളെ ബോധ്യപ്പെടുത്തണം. വേണ്ടി വന്നാൽ നമുക്ക് ആ കുറ്റി മാറ്റി വെച്ച് ഫിറ്റിംഗ് ചെയ്ത് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അതിലൊന്നും അഡീഷണൽ കാശ് മേടിക്കാൻ പാടില്ല. നമുക്ക് തരുന്ന ആ ബില്ലിൽ തന്നെ അതിൽ ട്രാൻസ്പോർട്ടിങ് ചാർജ് വരുന്നുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും കൊണ്ടുവരുന്ന അഡീഷണലായിട്ട് അവർ ആ ബില്ലിലുള്ള തുക കഴിച്ചിട്ട് ഒരു 30 റുപ്യ 40 റുപ്യൊക്കെ കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വസൂലാക്കുന്നുണ്ട്. അത് 2 തരത്തിൽ വരുന്നുണ്ട്. സാധാരണ വീട്ടുകാർ ആരും അത് ശ്രദ്ധിക്കില്ല, ബില്ല് തന്നെ നോക്കില്ല. ബില്ലിൻ്റെ അടിയിൽ എത്രയാണ് എമൗണ്ട് അതിനേക്കാളും വിട്ട് ആ 10 30 ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നു. നമുക്ക് നാളെ ഒരു തടസ്സം ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുക. ഈ ആളുകളുടെ ഒരു മനോഭാവം തന്നെയല്ലേ നേരത്തെ പറഞ്ഞതുപോലെ മാഞ്ഞു പോകുന്ന ബിൽ പാടില്ല എന്നുള്ളതായിരുന്നു. അത് തുടക്കം മുതലേ ചോദ്യം ചെയ്യപ്പെട്ടില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് ഈ മാഞ്ഞു പോകുന്ന ബില്ല് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലേക്കാണ്. അതായത് അങ്ങനെ ഒരു ഉദാഹരണം മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ ഒരു 30 രൂപയോ 40 രൂപയോ അധികം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്
ഉപഭോക്താവ് തന്നെ തീരുമാനിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക? അത് അവർ ശരിക്കും ശ്രദ്ധിക്കാതെ കണ്ട് ആ ബില്ലിലുള്ളതിൽ ഉള്ള ടാക്സും ട്രാൻസ്പോർട്ടിങ് ചാർജും അതിൻ്റെ എമൗണ്ടും ഒക്കെ കൂട്ടിയിട്ടാണ് അതിൽ ബില്ലിൽ വരുന്നത്. പക്ഷേ അതങ്ങനെ വ്യക്തമായിട്ട് അത് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അത് കാണാൻ പറ്റുള്ളൂ. അത്രയും ചെറിയ ബില്ലാണ് വരുന്നത് തന്നെ. അതിനെ പറ്റിയിട്ട് നമ്മുടെ ഈ യോഗത്തിൽ ഒരുപാട് ഡെപ്യൂട്ടി കളക്ടർക്കാണ് ചാർജ് ഉണ്ടായിരിക്കുക. കളക്ടറാണെന്ന് വെച്ചാലും അതിനൊരു ചാർജുള്ളൊരു ഡെപ്യൂട്ടി കളക്ടറായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ ഉണ്ടായിരിക്കും, 3 കമ്പനികളുടെയും ഏരിയ മാനേജർമാരുണ്ടായിരിക്കും. എത്ര വട്ടം പറഞ്ഞാലും അത് വേണ്ട രീതിയിലൊരു പരിഹാരം കാണാനായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം കാണാനായിട്ട് കമ്പനികൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനോ ആ ഡിപ്പാർട്ട്മെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കടൽ പോലെയാണ്. പരമാവധി ആളുകൾ നോക്കുക തൻ്റെ അവകാശം MRP-യേക്കാൾ കൂടുതൽ മേടിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഈ MRP തന്നെ ഒരു തട്ടിപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം 100 രൂപയുടെ സാധനത്തിന് 500 രൂപ വരെ MRP ഇടാനുള്ള ഒരു അവകാശം കമ്പനിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയാണോ? അതിൽ സംഭവിക്കുന്ന വെച്ചാൽ പലപ്പോഴും കോർപ്പറേറ്റുകളെ നമ്മൾ ചോദ്യം ചെയ്ത് വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. ഇപ്പോൾ MRP-യുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. MRP നിർബന്ധമാക്കിയപ്പോൾ MRP എത്ര വേണമെങ്കിലും നിശ്ചയിക്കാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് നിർമ്മാണ വില അവിടെ വരുന്നില്ല. MRP മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് അവർ പ്രിൻറ്റ് ചെയ്യണത്. മേക്കിംഗ് കോസ്റ്റ് എത്രയാണെന്ന് അതിപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി ഈ 2 വിലകൾ തമ്മിൽ പരസ്പരം ഒന്ന് പരീക്ഷണം നടത്തി നോക്കാം, താരതമ്യപ്പെടുത്തി നോക്കാം. പല രാജ്യങ്ങളും അങ്ങനെയാണ്. മേക്കിംഗ് കോസ്റ്റും കൂടി നമ്മൾ മുദ്രണം ചെയ്യണം. മേക്കിംഗ് കോസ്റ്റും റേറ്റ് എഴുതിയിട്ട് നമുക്ക് അതിൽ നിന്നും നല്ല പ്രോഫിറ്റ് അതിൽ രേഖപ്പെടുത്താം. അതെ. പക്ഷേ ആ നിയമം പല രാജ്യങ്ങളിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ MRP എന്ന് പറയുന്നത് പലപ്പോഴും ആ ഉൽപ്പന്നത്തിൻ്റെ വിലയേക്കാൾ വളരെ വലിയ വിലയിടുകയും ആ വലിയ വിലയിൽ നിന്ന് 90% വരെ ഡിസ്കൗണ്ട് ചെയ്ത് ഉപഭോക്താവ് സംതൃപ്തനായോ ഇത്രയും വിലയുള്ള സാധനം ഞങ്ങൾക്ക് ഇത്രയും വില കുറവിന് കിട്ടി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഈ ഉൽപ്പന്നം വിൽക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല സംഭവിക്കുന്നത്. സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ, അഡീഷണൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒരു 3 പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുകയും അവസാനം 2 പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് പലപ്പോഴും നമ്മൾ പരസ്യങ്ങളിൽ കാണാം. അതായത് പറയുന്നത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കൂടി നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ MRP എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ MRP ആ റേറ്റ് രേഖപ്പെടുത്തി വാങ്ങുമ്പോൾ അവർക്ക് 2-3 പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ആ ഒരു റേറ്റ് വരും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരുപാട് ചൂഷണങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാഴ്ചപ്പാടിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നം വാങ്ങി നമ്മൾ കടയിൽ പോയി ഉൽപ്പന്നം വാങ്ങി ആ ഉൽപ്പന്നം ഡിഫക്റ്റീവായി കരുതുക. നമ്മൾ സ്വാഭാവികമായിട്ട് സാരി വാങ്ങി കടയിൽ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആരോ വാങ്ങി വെച്ചാൽ അവിടെ ചെന്ന് കടയിൽ ചെല്ലും. കടയിൽ ചെന്നിട്ട് അവിടെ പറയും, കൗണ്ടറിൽ പറയുന്നത് ഇങ്ങനെ ഒരു സാരി കേടായി എന്ന് പറയും. അവർ പറയും ഞങ്ങൾ ഫ്ലോർ മാനേജർ നോക്കട്ടെ, മുതലാളി കാണട്ടെ. 2-3 മണിക്കൂർ നമ്മൾ അവിടെ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അവിടെ ഉപഭോക്താവിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറും. ഉപഭോക്താവ് പറയും ഞാൻ ഉൽപ്പന്നം കാശ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ, പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഉൽപ്പന്നം ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറയും, ദേ ഞാൻ വാങ്ങിയ ഉൽപ്പന്നം തകരാറുണ്ട്, നിങ്ങൾക്ക് പരിശോധിച്ച് വേണ്ടേ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ നിയമനടപടികളിൽ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഉപഭോക്താവിന് നട്ടെല്ല് വരുന്ന കാലഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുക. മറിച്ച് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നം ഡിഫക്റ്റീവായി കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റുള്ള ഉൽപ്പന്നം കൊണ്ട് നമ്മൾ ആ സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ അവരോട് യാചിക്കുന്നൊരവസ്ഥയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മളോട് പുച്ഛാണ് ഉണ്ടാവുക. മറിച്ച് നമ്മൾ ഇവിടെ നിന്ന് പറയാം, ഞങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റ് ഡിഫക്റ്റീവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാം, സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെ ഉപഭോക്താക്കൾ പറഞ്ഞു നോക്കിയേ. അപ്പോൾ ഉപഭോക്താക്കൾ പലപ്പോഴും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറാൻ തയ്യാറാവുന്നില്ല, പലപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഒറ്റപ്പെട്ട വ്യക്തികൾ, ഇപ്പോൾ ജോർജ് ടട്ടിലിനെ പോലുള്ള വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ അന്ന് അനൂപേൻ്റെ കേസ് കൊടുത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മുടി വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളാണ്. ഇതിന് മാപ്പ് പറയുകയുണ്ടായി. അനൂപേൻ്റെ വിധി വരിക മാത്രമല്ല, അനൂപേനൻ അപ്പീൽ ഫയൽ ചെയ്തു. അനൂപേനൻ അപ്പീൽ ഫയൽ ചെയ്ത ശേഷം അപ്പീൽ പിൻവലിച്ചിട്ട് ആ നഷ്ടപരിഹാരം മുഴുവൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തൃശ്ശൂർ ഉപഭോക്തൃ കോടതിയിൽ തന്നെയാണ്. ആ തൃശ്ശൂർ ഉപഭോക്തൃ അദ്ദേഹം പറഞ്ഞ ഉത്തരാണ്. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ എൻ്റെ ആ ഉൽപ്പന്നം ഉപയോഗിച്ചില്ലാണ് അദ്ദേഹം മൊഴി കൊടുത്തത്. ഇന്നേ വരെ ഞാൻ ആ ഉൽപ്പന്നം കേസ് ഇങ്ങനെയായിരുന്നു. ഒരു പ്രത്യേകതര എണ്ണ ഉപയോഗിച്ചാൽ മുടി നന്നായി വളരും എന്നുള്ളതായിരുന്നു പരസ്യത്തിലാണ് അനുമേനോൻ അഭിനയിക്കുകയുണ്ടായത്. അതിലാണ് അദ്ദേഹം പിന്നീട് തെറ്റ് ഏറ്റു പറയേണ്ടി വന്നത്. തെറ്റേറ്റ് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നേ വരെ ഞാൻ ആ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് എൻ്റെ അമ്മ കാച്ചി തരുന്ന എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കണം. എല്ലാ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും പരസ്യം ഇത് തന്നെയല്ലേ സംഭവം. ബ്രാൻഡ് അംബാസിഡർമാരുടെ റോള്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതിൻ്റെ റോള് ഇപ്പോൾ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള തെറ്റായ പരസ്യങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ നിങ്ങൾ ആ പരസ്യത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ലഭിക്കും എന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വന്നിട്ടുണ്ട്. ഇതൊരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ മാത്രമല്ല, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന മോശമായ ഭക്ഷണം,
നേരത്തെ പറഞ്ഞ പോലെ ബില്ല്, ഭക്ഷണത്തിലെ അളവ് കുറവ്, ഇനി ഒരു ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ പോലും ഇത്തരം വിപുലമായ രീതിയിലുണ്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങളുണ്ട്. താങ്കളൊരു ബ്രിട്ടാനിയയുടെ കാര്യത്തിൽ മാത്രമല്ല പല കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പല കേസുകളിലും കോടതി ഉപഭോക്തൃ കേസ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ പണ്ട് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ രാജാവിൻ്റെ പ്രതിമയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റോട്ടിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ റോഡിൻ്റെ സെൻറ്ററിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മോട്ടോർ നിയമം അനുസരിച്ച് നമ്മളതിൻ്റെ ലെഫ്റ്റോടെ പോവുക, ഒരിക്കലും റൈറ്റോടെ പോവില്ല. ഒരു കാലഘട്ടത്തിൽ ആ പ്രതിമേരെ ചുറ്റും വരുമ്പോൾ ഇടത്തെ സൈഡിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ലൈനായിട്ട് നിൽക്കും, എല്ലാ വണ്ടിയും റൈറ്റ് സൈഡിലൂടെ പോവുക. അപ്പോൾ അതിനൊരു തെറ്റായ കീഴ്വഴക്കമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ രാജാവിൻ്റെ പ്രതിമേരെ അപ്പുറത്ത് പോലീസ് ജീപ്പ് ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോട്ടോർ സൈക്കിളും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മോട്ടോർ സൈക്കിളുമാണ് ഞാൻ വന്നിരുന്നത്. ഞാൻ ഈ അടുത്ത സൈഡിലൂടെ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് കൂടെ ചെന്നപ്പോൾ എന്നെ ചാർജ് ചെയ്തു, 100 ഉറുപ്പ്യ ചാർജ് ചെയ്തു. അപ്പോൾ ഞാനത് എനിക്ക് തിരക്കൊണ്ട് തർക്കിക്കാൻ നിന്നില്ല, ഞാൻ പൈസ കൊടുത്ത് പോന്നു. പിന്നീട് ഞാൻ കോർപ്പറേഷൻ, ട്രാഫിക് പോലീസ്, PW ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയൊക്കെ ലെറ്റർ അയച്ചു, ഈ വഴി 1 വേ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും എനിക്ക് മറുപടി തന്നു, അത് 1 വേ അല്ല, വിവരാവകാശ പ്രകാരം ചോദിച്ചു. അപ്പോൾ അവിടെ 1 വേ ഇല്ല, ആ വഴിക്ക് പോകാൻ പാടില്ല എന്ന് നിയമമില്ല. അങ്ങനെ പിന്നെ ഞാനത് മുൻസിഫ് കോടതിയിൽ കേസ് കൊടുത്തു, അതിൻ്റെ വിചാരണ നടന്നു. അങ്ങനെ അവർ പല കള്ളത്തരം പറഞ്ഞു. കാരണം എന്നെ ചാർജ് ചെയ്തത് അവിടെയല്ല, ഞാൻ ഹൈ റോട്ടിൽ നിന്ന് തൃശ്ശൂർ ഹൈ റോട്ടിൽ നിന്ന് കോളേജ് റോഡ് റൗണ്ട് 24 മണിക്കൂറും 1 വേ ആണ്, അത് പലർക്കും മുമ്പ് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹൈ റോട്ടിൽ നിന്ന് കോളേജ് റോഡിലേക്ക് പോകുമ്പോഴാണ് എന്നെ ഫൈൻ അടപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കോടതിയിൽ പറഞ്ഞു, എന്നെ ഫൈൻ അടച്ച TR5 റെസീറ്റിലാണ് 100 ഉറുപ്പ്യ. എനിക്ക് ആ റെസീറ്റ് എന്നെ ഫൈൻ അടച്ച 5 മുമ്പുള്ള റെസീറ്റും എനിക്ക് ശേഷമുള്ള 5 റെസീറ്റും എനിക്ക് പരിശോധിക്കണം. കാരണം ഈ റെസീറ്റിൽ ആളുടെ പേരും വണ്ടി നമ്പറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് RTO പോയി എല്ലാ ഈ RC ഓണറുടെ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തു. 2 പേരെ ഞാൻ കൊണ്ടുവന്നു കോടതിയിൽ. അതായത് എന്നെ മുമ്പ് ചാർജ് ചെയ്ത ആളെയും എനിക്ക് ശേഷം ചാർജ് ചെയ്ത ആളെയും, ഇവർ 2 പേരും. എവിടെയാണ് ഈ ഉപഭോക്താക്കൾക്ക് മടുപ്പ് അനുഭവപ്പെടുന്നത്? ഞാനത് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി. കാരണം നമ്മളൊരു RTOയിൽ വളരെ ബുദ്ധിമുട്ടി അവരുടെ അഡ്രസ്സ് എടുത്ത് ഈ പാർട്ടിയുടെ അടുത്ത് പോകുമ്പോൾ പാർട്ടി കോടതി വരാൻ തയ്യാറല്ല, അവരുടെ സമയം ജോലിയും കളഞ്ഞ് വരാൻ തയ്യാറല്ല. എന്നിരുന്നാലും 2 പേരെ ഞാൻ കോടതിയിൽ കൊണ്ടു നിർത്തി, അവരെ വിസ്തരിച്ചു. അവർ 2 പേരും പറഞ്ഞു ഞങ്ങളെ മൂറൂട്ടിലാണ് ചാർജ് ചെയ്തത്. അപ്പോൾ ജഡ്ജി ഈ SIയോട് ചോദിച്ചു, ഇയാൾക്ക് ജോർജിന് വേണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ അവിടെ പോയത്? പിന്നെ അതുമാത്രമല്ല, തൃശ്ശൂർ ഹൈ റോഡ് സ്വരാജ് റൗണ്ടായിട്ട് സന്ധിക്കണ സ്ഥലത്ത് അവിടെ രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ പോലീസുണ്ട്, 4 മണിക്കൂർ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോകാൻ നിന്നാലും പോലീസ് തടയും. അപ്പോൾ അതിൽ എനിക്ക് 3000 രൂപ നഷ്ടപരിഹാരവും 100 ഉറുപ്പ്യയുടെ 12% ഫൈൻ അടച്ച് 100 ഉറുപ്പ്യാണല്ലോ, 12% എനിക്ക് പലിശയും വിധി വന്നു. ഇതിൽ ഇദ്ദേഹത്തിന് 3000 രൂപ നഷ്ടപരിഹാരം, 100 രൂപ ആ ഫൈൻ അടച്ചതിൻ്റെ അതും തിരികെ നൽകാൻ ലഭിച്ചു. എനിക്ക് പറയാനുണ്ട്, ഇതിന് ശേഷം ഇന്ന് വരെ സ്ഥിരം അവിടെ പോലീസ് നിൽക്കുന്ന സ്പോട്ടായിരുന്നു. ഇതിന് ശേഷം ഇന്ന് വരെ അവിടെ പിന്നെ പോലീസ് ചാർജ് ചെയ്യാൻ നിന്നിട്ടില്ല. അല്ല, ഇദ്ദേഹത്തിന് 3000 രൂപ 100 രൂപയും ലഭിച്ചു. പക്ഷെ ആ പണമല്ല, അതിനേക്കാൾ എത്രയോ സമയവും അതിനേക്കാൾ ഇരട്ടി മൂല്യമുള്ള തുകയുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പലപ്പോഴും ഈ ഉപഭോക്താക്കൾക്ക് ഇങ്ങനെയും ഉണ്ടാകും. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങിയിട്ടാണെങ്കിൽ പോലും കോടതിയിൽ പോയാൽ ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ സമയനഷ്ടമുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുന്നതെന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല ഉപഭോക്താക്കളും ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ കോടതിയെ സമീപിക്കാണ്ടിരിക്കുന്നത്. ഇതാണ് മുഖ്യ കാരണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പൊക്കോളൂ എന്ന് പറയുന്നത് അവർക്കറിയാം. അവർക്ക് ബുദ്ധിമുട്ട് അതാണ് അവരുടെ മെച്ചം, അതാണ് അത് ഒന്ന്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ ഹോട്ടലിലൊരു ബില്ല് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പലതരത്തിലുള്ള ടാക്സുകൾ വസൂലാക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബില്ല് തരുന്നത്. പക്ഷേ ആ ക്യാഷ് അടയ്ക്കുമ്പോൾ ആ ബില്ല് അവർ തിരിച്ചു മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാക്സുകൾ ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഔദ്യോഗികമായിട്ട് GST ആയാലും മറ്റേതായാലും അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്പർ രേഖപ്പെടുത്തിയ ബില്ലാണ് നൽകേണ്ടത് എന്നതുപോലും പലർക്കും അറിയില്ല. അതെ, അതാണ് നമുക്ക് തരുന്നത്. എന്നിട്ട് നമ്മൾ ആ ബില്ല് പൈസ അടയ്ക്കുന്നതോടുകൂടി ആ ബില്ല് അവർ തിരിച്ചു മേടിച്ചു. എന്നിട്ട് പിന്നെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന കണക്ക് വല്ല കള്ളക്കണക്കുകളായിരിക്കും. അപ്പോൾ ഇത്രയും വലിയ ചൂഷണം അവർ സ്വകാര്യ വ്യക്തികൾ എന്ന് വെച്ചാൽ ഹോട്ടലുകാർ ചൂഷണം ചെയ്യുന്നുണ്ട്.
ഇതൊക്കെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ തന്നെ ഇടയ്ക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടെത്തിയിട്ടൊക്കെ പരിശോധിച്ച് ബില്ല് കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമാക്കി കഴിഞ്ഞാൽ ഇതിലൊരുപാട് ചൂഷണം അവസാനിപ്പിക്കാൻ പറ്റും. അല്ല, ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹോട്ടലായാലും പെട്രോൾ പമ്പായാലും മറ്റ് മേഖലകളായാലും ഈ ഒരു ഉപഭോക്തൃ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാർ സംവിധാനത്തിൽ പറയുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട് എന്നുള്ളതിൽ ഉപഭോക്തൃ ദിനത്തിൽ ചിലപ്പോൾ ഒരു ഹാഫ് പേജ് പരസ്യമുണ്ടായിരിക്കാം. അതിലപ്പുറം വിട്ട് പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ദേശീയ ലോക ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഗവൺമെൻറ് സർക്കുലർ ഇപ്പോൾ സപ്ലൈ ഓഫീസർക്ക് വിട്ടത് 2-3 ദിവസം മുന്നേ മാത്രമാണ്. അതിക്ക് മുന്നേ ഞാൻ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും പരിപാടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോൾ അന്ന് വൈകിട്ട് ഒരു സർക്കുലർ വന്നിട്ടുണ്ട് 2 ദിവസത്തിനുള്ളിൽ. എന്ന് വെച്ചാൽ 15-ാം തീയതി പരിപാടിക്ക് 12-ാം തീയതിയാണ് സർക്കുലർ ഇവിടേക്ക് വരുന്നത്. എന്നിട്ടുള്ള ടൈം കൊണ്ടാണ് അവർ ആ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. അതൊക്കെ വലിയ തരത്തിലുള്ള അപാകതയാണ്. പിന്നെ ഇപ്പോൾ ഒരു വർഷങ്ങൾക്ക് മുന്നാണ് നമ്മുടെ ഈ കുപ്പിവെള്ളത്തിൻ്റെ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. ഉപഭോക്തൃ കമ്മീഷണർ വിളിച്ചുള്ളൊരു ചർച്ച, ആ കുപ്പിവെള്ളത്തിന് എത്ര വസൂലാക്കണം എന്നുള്ളത്. 20 വസൂലാക്കണം, 25 വസൂലാക്കണം, 10 മതി എന്നുള്ള തരത്തിൽ പല ചർച്ചകൾ വന്നിട്ടൊക്കെ തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിലാണ്. ഏറ്റവും ലാസ്റ്റ് ഞാനൊരു ഡയറക്ഷൻ വെച്ചത് 15 ഉറുപ്പ്യ ഏറ്റവും മാക്സിമം, അതിലും വിട്ട് പാടില്ല എന്നുള്ളതാണ് വെച്ചത്. ഇപ്പോഴും 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന കടകളുണ്ട്, 12 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്, 15 ഉണ്ട്, MRP ആയിട്ടുള്ള 20 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. 20 രൂപയ്ക്കാണ് കൂടുതലും വിൽക്കുന്നത്. ആ ഒരു അപാകത തന്നെ ഇന്നും പരിഹരിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ അനൂപ് ജേക്കബൊക്കെ ഉള്ളപ്പോഴും അനുപമൊക്കെ കമ്മീഷനായിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ പല ചർച്ചകളും സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുണ്ട്. ഒരു 10-36 സംഘടനകളുണ്ട്, ഉപഭോക്തൃ സംഘടനകളുണ്ട്. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് തന്നെ ഇങ്ങനൊരു ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു അപാകതയാണ്. ഗൂഗിളിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളൊരു നിർദ്ദേശപ്രകാരം സംസ്ഥാന തലത്തിൽ ഒരു ദിവസം തിരുവനന്തപുരത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉപഭോക്തൃ വകുപ്പിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ചിട്ട് തന്നെ ഞാനൊരു നിർദ്ദേശം വെച്ചു. ദേശീയ തലത്തിലായാലും ശരി, സംസ്ഥാന തലത്തിലായാലും ശരി, ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിൽ കൺസ്യൂമർ സംഘടനയെ കൊണ്ടുവരരുത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അപാകതകൾ നടക്കുന്നത് അവിടെയാണ്. അപ്പം പിന്നെ അവരുടെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ സംരക്ഷണം കിട്ടില്ല. അതുകൊണ്ട് ഉപഭോക്തൃ വകുപ്പിൽ തന്നെ ഒരു മന്ത്രി കേന്ദ്ര തലത്തിലും വേണം, സംസ്ഥാന തലത്തിലും വേണമെന്നൊരു ആവശ്യം വെച്ചിട്ടൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്ന ഇന്നവരെ അത് നടപ്പിലായിട്ടില്ല. അതുപോലെ തന്നെ 2016 ഇവിടെ നമ്മുടെ അയ്യന്തോളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഭക്ഷ്യ വസ്തുക്കളിലുള്ള വിഷാംശം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ലാബ് ഇത്രയും വർഷങ്ങളായിട്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഭക്ഷ്യമന്ത്രിക്കും ഞാൻ കൊടുത്തു. ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഹോട്ടലുകളായാലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളായാലും അവർക്കുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ലാബ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ കാക്കനാട്ടേക്ക് അയച്ച് റിസൾട്ട് വന്ന് സമയമെടുക്കും, ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ട്രസ്റ്റിൻ്റെ. ഈ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉപഭോക്തൃ അവകാശം എന്ന് പറഞ്ഞ് കൂടുതൽ പേരും ഇടുന്നത് ഹോട്ടലുകളുടെ ബില്ലുകളാണ്. ഞാൻ ഇന്ന സ്ഥലത്തെ ഹോട്ടലിൽ പോയി എനിക്കൊരു ഊണിന് 150 രൂപയും ഒരു മീൻ വറുത്തതിന് 400 രൂപയും വാങ്ങി എന്നുള്ള രീതിയിലുള്ള ആകെ കൂടുതലായും ആളുകൾ ഇതാണ് പറയുന്നത്. ശരിയാണ്, 4 പേർ പോകുമ്പോൾ 3000 രൂപ വരെയൊക്കെ ബില്ല് വരുന്ന പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ വില ഏകീകൃത നിയമം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു. അത് പ്രായോഗികമല്ല. എപ്പോഴും നമ്മളിവിടെ നമുക്കറിയാലോ, ഇപ്പോഴും ഹോട്ടലുകളിലെ ക്ലാസ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോഴും 60 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 300 രൂപയ്ക്ക് അതേ ഊണ് തന്നെ ചിലപ്പോൾ അത്രയും നിലവാരമില്ലാത്ത ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിപ്പോൾ ഉപഭോക്താവ് തേടി പിടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം അതിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം, പലപ്പോഴും ഈ കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഗവൺമെൻറ്. അപ്പോൾ ഒരു സ്റ്റാർ ഹോട്ടലിൽ റേറ്റ് ഇടുമ്പോൾ എങ്ങനെ റേറ്റ് ഇടും? അവിടെയും കൊടുക്കുന്നത് ചായയാണ്, സാധാരണ ചായക്കടയിൽ കൊടുക്കുന്നത് ചായയാണ്, ചിലപ്പോൾ നല്ല ചായ ചായക്കടയിലായിരിക്കും. അപ്പോൾ റേറ്റ് അങ്ങനെ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില മാനദണ്ഡങ്ങൾ സംരക്ഷിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാരവൽക്കരണം, വികസനം ഇങ്ങനെയൊക്കെയുള്ള പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപഭോക്താവ് വളരെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അവനെ ഗാർഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമില്ല. അതായത് കച്ചവട വ്യവസ്ഥിതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ചൂഷണവും ഒരു പരിധിവരെ ആകാമെന്ന നിലപാടാണ് പലപ്പോഴും ഭരണകൂടത്തിനുള്ളത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മൾ ഈ ഇത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു രീതിയിൽ ഭരണകൂടം നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉപഭോക്താവിൻ്റെ ചൂഷണം, അവന് പോരാടാനുള്ള പരിമിതികൾ വളരെയേറെയാണ്. ഭരണകൂടത്തിന് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. വലിയ അധികാരമാണ് കൺസ്യൂമർ ഫോറത്തിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിധി പാലിച്ചില്ലെങ്കിൽ, നമ്മുടെ സിവിൽ കോടതിക്കൊന്നുള്ള അധികാരമില്ല, ഒരു വിധി പാലിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഒരു വിധി വന്ന്
30 ദിവസത്തിനുള്ള വിധി പാലിക്കണം. അങ്ങനെ അതിൽ വിധിയിൽ പറഞ്ഞിരിക്കും. ആ 30 ദിവസത്തിൻ്റെ വിധി പാലിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിധി പാലിക്കാത്ത തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. പിന്നെ അവർക്കേതിൽ നടപടികൾ മജിസ്ട്രേറ്റ് കോടതി നടപടികളാണ് വരുന്നത്. 3 വർഷം വരെ തടവിനും 1,00,000 രൂപ പിഴ അടയ്ക്കാനുള്ള വിധിക്കാനുള്ള അധികാരം പിന്നെ കോടതിക്കുണ്ട്. പക്ഷേ പലപ്പോഴും കോടതികൾക്ക് പോലും ഇപ്രകാരം അധികാരം ഉണ്ടോ എന്നൊരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ സാധാരണ സിവിൽ കോടതിക്കല്ല. സിവിൽ കോടതിയിൽ നമ്മളൊരാൾ വിധി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സ്വത്തുണ്ട് നമ്മൾ തെളിയിക്കണം. പിന്നെ അദ്ദേഹത്തെ ജയിലിലിടണമെങ്കിൽ ജയിൽ ബത്ത നമ്മൾ അടയ്ക്കണം. ഇതൊക്കെയാണ് അവസ്ഥ സിവിൽ കോടതിയിൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിധി പാലിച്ചില്ലെങ്കിൽ 30 ദിവസത്തിൻ്റെ വിധി പാലിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 30 ദിവസത്തിൻ്റെ വിധി പാലിച്ചില്ലെങ്കിൽ പിന്നെ ശിക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കാം. ടോളിനെതിരെ ജോർജ് തട്ടിലിൻ്റെ കേസിൽ തന്നെ ടോൾ കമ്പനിക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന നിയമം കർശനമായി പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സമ്മർദ്ദം ചെലുത്തി അത് ശക്തമായി കോടതിയിൽ പ്രശ്നം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഓർഡറുകൾ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ച് ഇപ്പം പലപ്പോഴും വിധി വന്നു കഴിഞ്ഞാൽ തന്നെ അത് പാലിക്കില്ല, അവിടെ പാലിക്കാതെ വിടും. ഇത് പാലിച്ച് ഇവർക്ക് വാറണ്ടായിട്ടാകുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ആ വ്യാപാരിയോ അല്ലെങ്കിൽ സേവനദാതാവോ അത് പിന്നീട് ഒരിക്കലും വിധി ധിക്കരിക്കില്ല. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വാറണ്ട് ആവാറുണ്ട്, അതുപോലെ തന്നെ KSEB സെക്രട്ടറിക്ക് വാറണ്ട് ആവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാറണ്ടുകൾ വരുമ്പോഴൊക്കെ തന്നെ കൂടുതൽ ജനങ്ങളിൽ ബോധ്യപ്പെടും. തന്നെയല്ല ഇവർക്കെതിരെയൊക്കെ വാറണ്ട് പോകുമ്പോൾ ഒരു ഉപഭോക്താവിന് അനുകൂലമായിട്ടൊരു മെസ്സേജ് കൺവേ ചെയ്യും. അതായത് ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വാറണ്ട് അയക്കപ്പെടും എന്നൊരു കാഴ്ചപ്പാട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോക്താവിൻ്റെ ശക്തി വർദ്ധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള നിയമം, കർശനമായ നിയമം നിലവിലുണ്ടെങ്കിൽ പോലും ആ നിയമത്തിൻ്റെ അവിടേക്ക് എത്തുന്നില്ല. പിന്നീട് വന്ന് പൈസ തരുന്ന സമയത്ത് നമ്മൾ വാങ്ങി സെറ്റിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ കിട്ടാണ്ട് വാറണ്ടായി അയാളെ 10,000 രൂപ കൊണ്ടുവരുമ്പോൾ നമ്മൾ വാങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ 1-2 കേസുകളിൽ വിധി പാലിച്ചില്ലെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന തലത്തിലേക്ക് കോടതി ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരും എറണാകുളവും മാത്രമാണ് കൂടുതൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സമീപിക്കുന്നത്. പക്ഷേ കോടതി കുറച്ചുകൂടി കാര്യക്ഷമമാകേണ്ടതില്ലേ? കോടതി കാര്യക്ഷമമാകേണ്ടതെന്ന് പറഞ്ഞാൽ കോടതിക്ക് കോടതിയുടേതായ ഒരുപാട് പരിമിതികളുണ്ട്. കോടതിയെ സംബന്ധിച്ച് ആളുകൾ സമീപിക്കുക, അത് ശക്തമായി പ്രസൻറ്റ് ചെയ്യപ്പെടുക, അപ്പോഴൊക്കെ കോടതിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു എതിർകക്ഷിക്കെതിരെ വാറണ്ട് അയക്കുന്നു, പോലീസ് മുഖേന വാറണ്ട് അയക്കുന്നു. പോലീസ് അവിടെ ചെല്ലുമ്പോൾ ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടക്കുന്നു. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്കും വീണ്ടും കറക്റ്റ് അഡ്രസ്സ് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപഭോക്താവിനോട് പറയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ സ്ഥാപനം പ്രവർത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും? അതായത് ഭരണകൂടം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം തന്നെ കുറച്ച് കഴിയുമ്പില്ല. അങ്ങനെ പലപ്പോഴും സംഭവിക്കേണ്ടതെന്ന് പല സ്ഥാപനങ്ങളും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കടയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങി, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി, കുറച്ച് കഴിയുമ്പോൾ ആ കമ്പനി തന്നെ നമ്മുടെ ഇല്ല. ഇപ്പോൾ തന്നെ നമ്മൾ TV വിൽക്കുന്ന എത്രയോ കമ്പനികൾ, TV നിർമ്മിക്കുന്ന എത്രയോ കമ്പനികൾ നമ്മുടെ നാട്ടിലില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ഇത്രയും തട്ടിപ്പുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ TV തട്ടിപ്പ് തന്നെ നിരവധി സംഭവങ്ങൾ അംഗീകൃത കടകളിൽ കൂടി പോലുമല്ല, എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെട്ടു. അവിടെ സംഭവിക്കേണ്ട കാര്യം ഭരണകൂടം ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് ചില മാനദണ്ഡങ്ങൾ വയ്ക്കണം. അതായത് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം അത് പ്രവർത്തിക്കണം, അതിൻ്റെ സർവീസ് എത്ര കാലം കൊടുക്കണം. അല്ലാതെ ഒരു സ്ഥാപനം തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് അടച്ചു പൂട്ടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ ഒരു വീട്ടിൽ 200 TV കൊണ്ടുവയ്ക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്നു, ആളുകളെ ആകർഷിക്കുന്നു, വിൽക്കുന്നു, അവർ ഒഴിവായി പോകുന്നു. പിന്നീട് സർവീസ് ഇല്ല, കമ്പനിയിലില്ല. കമ്പനിയിൽ അല്ല, ബ്രാൻഡഡ് കമ്പനികൾ തന്നെ, ബ്രാൻഡഡ് കമ്പനികളിൽ ഇല്ലാതാകുന്നുണ്ട്. പിന്നെ ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്ത് പോവുക. ഇത് കൺസ്യൂമറിന് അറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി. ഇനി ഇവിടെ ഏറ്റവും വലിയ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഈ മാനുഫാക്ചർ എന്തിന് കക്ഷി ചേർക്കണം എന്നുള്ളതാണ് വേറെ ക്വസ്റ്റ്യൻ. ഞാൻ ഒരു TV വാങ്ങി, ഞാൻ ഒരു കടയിൽ നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കടക്കാരനാണ് എന്നോട് ഉത്തരവാദിത്തം പറയേണ്ടത്. നമ്മൾ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ കടക്കാരൻ മുംബൈയിലുള്ള അവരുടെ മാനുഫാക്ചർ പ്രതികരണം. ഇനി പോട്ടെ, നമുക്ക് ഈ കടക്കാരൻ തരുന്ന ബില്ലിൽ ഇത് ഞങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണെന്ന് അതിൽ പരാമർശിക്കുന്നില്ല. നമ്മൾ ഊഹിച്ചെടുക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു ബില്ല് കിട്ടുമ്പോൾ ഇത് ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ വിലാസനാണ്, ഈ കമ്പനിയിൽ നിന്ന് ഇന്ന കാലത്ത് ഞങ്ങൾ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വിൽപ്പന നടത്തുന്നത് എന്ന കാര്യം ആ ബില്ലിൽ പരാമർശിക്കുന്നില്ല. ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൃത്യമായി പാലിക്കപ്പെടണമെങ്കിൽ ഒരു ഉപഭോക്താവിന് ബില്ല് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്, ഇന്ന കാലഘട്ടത്തിൽ വാങ്ങിയിട്ടുള്ളതാണ് എന്ന കാര്യങ്ങളതിൽ പരാമർശിച്ചാൽ മാത്രമേ ഉപഭോക്താവിന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുള്ളൂ. അത് ആരും ചോദ്യം ചെയ്യണില്ല. ഇനിയും അവകാശങ്ങൾ കൂടുതൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ജോർജ് ഹട്ടിലേക്ക് വരുമ്പോൾ ഈ പാലിയേക്കര ടോൾ പ്ലാസ നടത്തുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെ ഉപഭോക്തൃ കോടതിയിലല്ലേ സമീപിച്ചത്? പാലിയേക്കര ടോൾ പ്ലാസയിൽ ഒന്നാമത്തെ ആ റോഡ്, അവിടെ റോഡ് മുമ്പ് നിലവിലുണ്ടായിരുന്നു, പുതിയ റോഡല്ല. ആ റോഡ് വീതി കൂട്ടിയിട്ടുള്ളതാണ് ശരിക്കും. അത് പണ്ടേ അവിടെ റോഡ് ഉള്ളതാണ് നിലവിൽ. പിന്നത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്രോളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ റോഡ് വികസനത്തിൻ്റെ ഒരു സെസ് നമ്മുടെ നിന്ന് ചെറിയൊരു പൈസ പോകുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഒക്കെ വെക്കണ സമയത്ത് ടോളിൽ തന്നെ പാടില്ല എന്നാണ് അവിടെ എൻ്റെ ഒരു ആവശ്യം.
പിന്നെ പറഞ്ഞപ്പോൾ ഈ മാഞ്ഞു പോകുന്ന ബില്ല്, ഈ മാഞ്ഞു പോകുന്ന ബില്ല് സാധാരണക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു, ബില്ല് വെച്ചു, കുറേ നാൾ കഴിഞ്ഞ പ്രൊഡക്റ്റ് കംപ്ലയിൻറ്റ് വന്ന് വരുമ്പോൾ കേസ് കൊടുക്കാനും ഉപഭോക്തൃ കോടതിയിൽ പോകാനും നോക്കുമ്പോൾ ബില്ല് മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ കടക്കാർ പറഞ്ഞത് ഞങ്ങളുടെ ബില്ല് കാണിക്കാനാണ് പറയുക. ഇപ്പോൾ നമ്മുടെ സാധനം കടയിൽ മാറ്റാൻ മേടിക്കുമ്പോഴും അവർ പറയും ബില്ല് കാണിക്കാൻ പറയും. അവർക്കറിയാം അവർ വിറ്റ സാധനമാണെന്ന്. അപ്പോൾ ഈ ഉപഭോക്താവിനത് കേസിന് പോകാനുള്ളൊരു അവസരം നഷ്ടപ്പെടാണ്. പിന്നെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈ വേറൊരു ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക കൊടുക്കുക ഒരു മേഖലകളിൽ ഇപ്പോൾ കൂടുതൽ സംസാരിച്ചത്. ഇനിയിപ്പോൾ ഒരു ഉപഭോക്തൃ, ഇപ്പോൾ ഞാൻ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് മേടിച്ചു, അത് 30 റുപ്യാണ് അതിൻ്റെ വില. അതിൽ കുറച്ച് ഗ്രാം തൂക്കം കുറഞ്ഞു. അപ്പോൾ ഉപഭോക്തൃ സാധാരണ ഞാനിപ്പോൾ 30 രൂപയ്ക്ക് കേസ് കൊടുക്കണമെങ്കിൽ വക്കീലിന് എത്ര ഫീസ് കൊടുക്കണം? അപ്പം ഞാൻ പല ആൾക്കാരും പറയും വക്കീലൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് നേരിട്ട് സാധാരണ വക്കീലിലേക്ക് വരുന്നുണ്ട്. അത് വക്കീൽ പറയും. എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു തട്ടിപ്പ് താൻ വഞ്ചനയ്ക്കിരയാകുമ്പോൾ ഉപഭോക്തൃ കോടതിയിൽ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോടതികളിലും എല്ലാ കോടതികളിലും അവരുടെ പരാതി നേരിട്ട് പറയാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. സംവിധാനമുണ്ട്, പക്ഷേ ആ സംവിധാനം ഇന്നത്തെ മറ്റ് രീതിയിലുള്ള സംഗതികൾ കൊണ്ട് പലപ്പോഴും അത് പ്രാവർത്തികമാകാത്തൊരു സാഹചര്യമാണുള്ളത്. പലപ്പോഴും ഈ ഉപഭോക്തൃ സംഘടനകൾക്കൊക്കെ തന്നെ നേരിട്ട് കേസ് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടതാണ്. പലതവണ കോടതിയിലേക്ക് പോകണം, ഇതൊക്കെ വലിയ വിഷയമാണ്, എത്ര കാലം പോവും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഒരു അഭിഭാഷകനെ ഏൽപ്പിക്കൽ മാത്രമാണ് നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഈ അഭിഭാഷകരുടെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടേതായ രീതിയിലാണ് അവർക്ക് ഫീസ് ഈടാക്കുക. അവർക്കും അത് ആ പ്രൊഫഷൻ മുതലാകുന്ന രീതിയിൽ അവർക്ക് ആ കേസുകൾ നടത്താൻ കഴിയുള്ളൂ. ഇതൊരു പരിമിതി തന്നെയാണ്, സംശയമൊന്നുമില്ല. നമുക്ക് നേരിട്ട് കൊടുക്കുമ്പോഴത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെല്ലണം, പോകണം, അതൊക്കെയുണ്ട്. അതിനനുസൃതമായിട്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട രീതി, അതായത് ആ നടപടിക്രമം ലഘൂകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പറയുന്ന നിയമ സംവിധാനത്തിൽ വരുന്ന വലിയ രീതിയിൽ മാറ്റങ്ങളിൽ കൊണ്ടുവരേണ്ട സംഗതികളാണ്. അതായത് പഴയ കൺവെൻഷനായിട്ടുള്ള രീതികളാണ്. 2019 നിയമത്തിലൂടെ ഒരു വെള്ളക്കടലാസിൽ മാത്രം എഴുതി പരാതി നൽകിയാൽ മതി എന്ന രീതിയിലേക്ക് ആയിരുന്നു പ്രചാരണങ്ങളൊക്കെ. വാസ്തവമുണ്ടോ ഇതിൽ? അല്ല, ഇതിൽ 2010 ഈ ആക്ട് വരുന്ന കാലഘട്ടത്തിൽ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതി പരാതി അയച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു ഒരു കൺസെപ്റ്റ് ആ കാലഘട്ടത്തിൽ. ഇതിപ്പോൾ കേസ് വേണം ഇ ഫയലിംഗിലേക്ക് പോവാണ്, ഇ ഫയലിംഗിലേക്കാണ് പോകുന്നത്. ഓൺലൈനിൽ പരാതി നൽകാവുന്ന രീതിയിൽ പറയുന്നത്, ഓൺലൈനിൽ പരാതി കൊടുക്കുക. ഇത് ഇപ്പോൾ നമ്മൾ കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാൻ തന്നെ ഇ ഫയലിംഗ് അനിവാര്യമാണ്. അപ്പോൾ ഒരു ഇ ഫയലിംഗ് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇ ഫയലിംഗ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിവിൽ കോടതികളിലൊക്കെ ഇതാക്കി. അപ്പോൾ അത് സാധാരണക്കാരെ കുറച്ചും കൂടി അന്യവൽക്കരിക്കുകയും ചെയ്യാം. സാധാരണക്കാർ നേരിട്ട് ഈ ഫയലിംഗ് നടപ്പിലാക്കുമ്പോഴാണ് പലപ്പോഴും പറയുക ഇത് വെള്ളക്കടലാസിൽ മറ്റേ കൈയെഴുത്ത് പറ്റില്ല, ടൈപ്പ് ചെയ്യണം എന്ന രീതിയിലേക്കൊക്കെ പിന്നീട് കാര്യങ്ങൾ മാറുക. അപ്പോൾ കൂടുതൽ ഇത്തരം എന്താ പറയുക കൃത്രിമവൽക്കരിക്കുകയാണ്, അപ്രാപ്യമാക്കുകയാണ്. വല്ല ടൈപ്പ് ചെയ്യണം, അതുപോലെ ഇന്ന രീതിയിൽ പോകണം, അത് ഈ രീതിയിൽ സ്കാൻ ചെയ്ത് കയറ്റണം, ഇതൊക്കെ ഒന്നും സാധാരണക്കാരെ സംബന്ധിച്ച് പ്രായോഗികമല്ല, അഭിഭാഷകർക്കായിട്ടുള്ള സംവിധാനവും. അപ്പോൾ ജനങ്ങളെ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത് എങ്ങനെയുള്ള അജണ്ടയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണോ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ പൊതുവെ വരുന്ന മാറ്റത്തിൻ്റെ ഭാഗം വികസനമുള്ള എല്ലായിടത്തും വികസനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ വികസനം പലപ്പോഴും എനിക്കതിലൊരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു തട്ടിപ്പിനിരയാവുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നമ്മളൊരു സാധനം വാങ്ങുന്നത്, നമ്മൾ അവിടെ വഞ്ചിക്കപ്പെടുന്നു, നമ്മുടെ കയ്യിൽ ബില്ലുണ്ട്. അത് ആ പ്രദേശത്തുള്ള കോടതിയെ തന്നെ സമീപിക്കണം, നമ്മളുടെ പരിധിയിലുള്ള കോടതിയെ സമീപിക്കണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ നിയമപ്രകാരം അത് ഒരു അനുകൂലകരമായുള്ളൊരു ഘടകം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സ്ഥലത്ത് നമുക്ക് പരാതി കൊടുക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങി ഡിഫക്റ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ വന്ന് നമുക്ക് തൃശ്ശൂർ നമ്മുടെ നാട്ടിൽ കേസ് കൊടുക്കാവുന്ന ഒരു നിയമമാണ് ഇപ്പം നിലവിലുള്ളത്. ഈ പുതിയ അമെൻമെൻ്റ് അല്ല, പുതിയ നിയമം, അമെൻമെൻ്റ് അല്ല കേട്ടോ, ഭേദഗതി വരുത്തല്ലേ ഇത് നിയമം. ഇത്തവണ സമ്പൂർണ്ണമായിട്ട് പുതിയ നിയമം ഉണ്ടാക്കുക ചെയ്ത്. ചില കേസുകളിൽ നമുക്ക് അപ്രാപ്യമാകുന്ന സിവിൽ കോടതിയിലായിരിക്കാം ഒരുപക്ഷെ ആ കമ്പനിയുടെ പരിധിയിലുള്ള സ്ഥലത്താണ് എല്ലാ വ്യവഹാരങ്ങളും നിക്ഷിപ്തമാണെന്ന് പ്രത്യേകം എഴുതി ചേർത്ത്. അത് എഴുതി കഴിഞ്ഞാലും കാര്യമില്ല. അതും വളരെ കൃത്യമായിട്ടുള്ള വിധിയുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയുടെ കാര്യത്തിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ എവിടെയാണ്, അത് വലിയ മാറ്റമാണ്. ആ വിധി മറ്റത് പ്രസക്തമല്ല. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റായിട്ട് പുറകിൽ എഴുതി വെച്ചുകൊണ്ട് യാതൊരു രീതിയിലുള്ള ഗുണവുമില്ല. അത് കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ യാതൊരു തടസ്സമല്ല. എന്തെഴുതി വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എറണാകുളം ജൂറിഡിക്ഷൻ ഓൺലി, ട്രിവാൻഡ്രം ജൂറിഡിക്ഷൻ ഓൺലി, അത് എഴുതി വെച്ചോണ്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ വസ്തുത പോലും ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 2019 നിയമമാണ്, അതായത് അന്ന് പ്രാബല്യത്തിൽ വന്നു. അതല്ല, ഇത് അതിന് മുന്നുണ്ട്. അതായത് സ്വന്തം നാട്ടിൽ ഫയൽ ചെയ്യാന്നുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. ഈ പറയുന്ന ക്ലോസ് വെച്ച് കഴിഞ്ഞാലും ഫയൽ ചെയ്യാന്നുള്ളത് മുന്നേ തന്നെയുള്ള കാഴ്ചപ്പാടാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഫയൽ ചെയ്യാന്നുള്ളത്. ഫയൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ജൂറിഡിക്ഷൻ അനുസരിച്ച് അതാണ് പറയുന്നത്. അതായത് ഒരു യാത്ര പോയിട്ട് ഒരാൾ തിരുവനന്തപുരം വഴി വരുന്നു, കൊല്ലത്ത് വെച്ചൊരു സാധനം വാങ്ങുന്നു, വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം കരുതുന്നു ഇനി കൊല്ലം വരെ പോകണ്ടേ,
ആ രീതിയിൽ പിന്മാറിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നേരെ മറിച്ച് തൃശ്ശൂരിൽ പരാതി നൽകുക എന്നുള്ളത് പോലും അറിയുന്നില്ല. അത് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവാണ്. നമുക്ക് ഉപഭോക്തൃ വിദ്യാഭ്യാസം അതാണ് തീർച്ചയായും വേണ്ടത്. ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യം ചോദിക്കുകയുണ്ടായി, ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ധാരാളമായിട്ടുണ്ട്. നമ്മൾ ഈ 10ാം ക്ലാസ് വരയ്ക്കുള്ള ഇതിൽ തന്നെ നമ്മുടെ പോർഷനിൽ ഇത് ഉൾപ്പെടുത്തണം. ഉപഭോക്തൃ നിയമത്തെ കുറിച്ചിട്ടും അവകാശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ക്ലാസ് തന്നെ ഉണ്ടായിരിക്കണം. എങ്കിലാണ് ചെറുപ്പത്തിലെ തന്നെ അതിൻ്റെ ബോധവൽക്കരണം ഉണ്ടാകുമ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കുള്ളൂ കൂടുതൽ. പിന്നെ നമ്മുടെ ഈ കോടതി എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, കോടതി ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിലൊക്കെ കോടതിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ മന്ദഗതിയിലായിരുന്നു. എന്നിരുന്നാലും അന്നത്തെ പ്രസിഡൻ്റായിരുന്ന രാധാകൃഷ്ണൻ സാറ് ഒരു 75ഓളം വിധി ഒറ്റടിക്ക് എത്രയും വേഗത്തിൽ നടപ്പാക്കി. അതിൽ 55 കേസങ്ങാട് ഈ വിധി മലയാളത്തിലായിരുന്നു. അതിന് ഒരു പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ച ഒരു അവാർഡൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സംഘടന. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ ഉപഭോക്തൃ കോടതിയിൽ ഒരുപാട് കേസുകൾ കെട്ടിക്കെടുക്കുന്നുണ്ട്. ഈ കെട്ടിക്കെടുക്കുന്ന കേസുകളിൽ പല കേസ് കൊടുത്തിട്ടുള്ളവർക്കും എത്രയും വേഗത്തിൽ ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാനും പറ്റുന്നില്ല. ഇവിടെ ഉപഭോക്തൃ സംഘടനകളുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് നമുക്കൊരു കൗൺസിലിംഗ് സെൻറ്റർ ഓരോ കോടതിയുടെ ഇതിലും അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്ര വേഗത്തിൽ അത് ചർച്ച ചെയ്ത് പല കേസുകളും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. അതിനുള്ളൊരു നീക്കം എല്ലാ കോടതിയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏറ്റവും നല്ലൊരു ഡിസിഷനാണ്. നല്ല സജഷനാണ്. എന്താണെന്ന് വെച്ചാൽ കേസുകൾ അത്ര അധികമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് നീതി ലഭ്യമായാൽ മാത്രമേ ആളുകൾ വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞൊരു സംഭവത്തിൽ പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രധാന ഭാഷ വലിയൊരു ഘടകമായി മാറിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയേണ്ടത്, ഇത് മലയാളത്തിൽ എഴുതി എന്ന് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ എല്ലാം അറിയാനുള്ള ഒരു അവകാശമുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി കിട്ടി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ യാതൊരു സംവിധാനവും ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അറിയും എന്നുള്ളതാണ് കാഴ്ചപ്പാട്, കോടതികളുടെ കാഴ്ചപ്പാട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് പരിചിതമല്ലാത്തൊരു ഭാഷയിൽ, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയിൽ, പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷയിൽ നമുക്ക് ഈ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ രീതിയിൽ എഴുതി ചേർത്ത് നടത്തുന്ന തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ആണ്. ഒരു 6 പേജ് ഉണ്ടാവും. 6 പേജിൽ ഏറ്റവും ചെറിയ അക്ഷരത്തിലാവും എഴുതിയിട്ടുണ്ടാവുക. ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലായിരിക്കും. അതെ. തന്നെയല്ല അതിൽ പറയുന്ന വേറൊരു സംഗതിയുണ്ട്, ഫ്രീ ലുക്ക് പീരീഡ്. ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പോളിസി കിട്ടിക്കഴിഞ്ഞ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് വേണ്ടെങ്കിൽ നമുക്കൊരു 14 ദിവസം സമയം തന്നിട്ടായിരിക്കാം. 14 ദിവസം കൊണ്ട് നമുക്ക് പോളിസി വേണ്ടെന്ന് വയ്ക്കാം. ആർക്ക് വായിച്ചു നോക്കാൻ കഴിയുന്നു? വായിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു? സമീപനാളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഈ കോടതി ഇടപെടാന്ന് പറയും. കോടതി അതിൽ പറയുന്നത് ഫ്രീ ലുക്ക് പീരീഡ് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. സുപ്രീം കോടതി ഫ്രീ ലുക്ക് പീരീഡ് നിങ്ങൾ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത്. പല വിധികളും ഉപഭോക്താക്കൾക്ക് അനുകൂലമായിട്ടൊക്കെ വരുന്നുണ്ട്. തട്ടിൽ ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്ററും കൂടിയാണ്, അപ്പോൾ അതിനെ പറ്റി കൂടുതൽ പറയാനുണ്ടാവും. അല്ല, ഈ കൊറോണ കാലത്ത് ഒരുപാട് പേർക്ക് പണം നൽകാതിരിക്കുന്ന സംഭവം അതൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും കേസ് ഫയലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് പേര് വ്യാപകമായിട്ടാണ് നിഷേധിക്കുന്നത്, അവകാശം നിഷേധിക്കുകയാണ്. ഇതിൽ കുറച്ച് പേര് കേസ് ഫയൽ ചെയ്യാൻ വരും. അതവർക്കറിയാം. അവർക്ക് ഞങ്ങൾ പൈസ കൊടുക്കും. അവർ കാഴ്ചപ്പാടെടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഭരണകൂടം അല്ലെങ്കിൽ IRDA പോലെയുള്ള സംവിധാനങ്ങൾ ഇവർക്കെതിരെ കൃത്യമായിട്ട് മൂക്കയറിടണം. എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഇവരെ നിയന്ത്രിക്കുന്ന സംവിധാനം നിലകൊള്ളുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ ഇവർക്ക് പ്രോത്സാഹനം നൽകുകയാണ്. ഇവരൊക്കെ സംരക്ഷിക്കണമല്ലോ, ഇവരൊക്കെ കോർപ്പറേറ്റുകളാണല്ലോ, ഇവരൊക്കെ സംരക്ഷിച്ചില്ലെങ്കിൽ രാജ്യം നിലനിൽക്കില്ലല്ലോ. ഇതാണല്ലോ കാഴ്ചപ്പാട് നമ്മളുടെ ഇപ്പോഴത്തെ കുറേ കാലങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടം സംഭവിക്കുന്ന സാധാരണക്കാരുടെ ഒരുപാട് ആളുകളിൽ നിന്നുള്ള കാര്യം ഭരണകൂടം ചിന്തിക്കുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു മാറ്റം വരേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായും മാറ്റം വരട്ടെ. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത്തവണ ചതുരംഗം ചർച്ച ചെയ്ത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ. പലരും ഈ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ല. ഈ ചർച്ചയിലൂടെ പഠനകാലത്ത് തന്നെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കണം എന്നുള്ളതുവരെ ഉയർന്നു വരികയുണ്ടായി. ഈ ചർച്ചയിൽ നമുക്ക് വളരെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന 3 വ്യക്തികളെയാണ് കിട്ടിയത്. ശ്രീ കാർത്തികേയൻ, അഡ്വക്കേറ്റ് AD ബെന്നി, ശ്രീ ജോർജ് തട്ടിൽ. 3 പേർക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നന്ദി.